ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു കായ പച്ചപ്പയർ മെഴുക്കുവരട്ടിയാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഭയങ്കര ടേസ്റ്റിയുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് അതിനൊരു പാൻ വയ്ക്കാം, അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. ചതച്ച് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും നമുക്ക് അതിനകത്തോട്ട് ചേർക്കാം. കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില ചേർക്കാം. പിന്നെ നമുക്ക് അധികം അലങ്കാരപ്പണികളൊന്നും വേണ്ട. ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, ശകലം ക്രഷ്ഡ് ചില്ലി, ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിന് ശേഷം നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ചേർക്കാം, ശകലം കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇത് കളറിന് വേണ്ടി മാത്രമാണ്. പിന്നെ എരിവിന് വേണ്ടി നമുക്ക് ക്രഷ്ഡ് ചില്ലീസ് ചേർക്കാം. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കായയും പച്ചപ്പയറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാണ്. ഇതൊക്കെ ആരൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മെഴുക്കുവരട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മെഴുക്കുവരട്ടിയാണ്. നല്ല ടേസ്റ്റാണ്. കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എങ്ങനെ വേണം കഴിക്കാം. സൂപ്പർ, അടിപൊളി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുന്നുണ്ട് വീട്ടിൽ. ഭയങ്കര ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ബായ്, ഇനി കാണും വരെ ടാറ്റാ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.